ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ട് മനസ്സിലായി കാണും. നൈക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു മിനി മാറ്റ് ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ. ഒരു 5 ഷെയ്ഡ്സ് വരുന്ന ഒരു മിനി മാറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ സ്വാച്ചസ് ആണ്. ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 5 ഷെയ്ഡ്സ് ആണ്. അതിനകത്ത് അവരുടെ ആ ഒരു മിനി മാറ്റ് റേഞ്ചിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 ഷെയ്ഡ്സ് ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ, ഒട്ടും താമസിക്കാതെ. ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ 5 ഷെയ്ഡ്സിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 5 ഷെയ്ഡ്സ് ആണ്. എല്ലാ സ്കിൻ ടോൺ ഉള്ളവർക്കും ചേരുന്ന നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ്. ഈ ഒരു നൈക്ക ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻ ഇ എൻറിച്ച്ഡും ആണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ മിഷ്ടിയാണ്. 10 ആണ് നമ്പർ വരുന്നത്. 1.2 ml ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഷെയ്ഡ് കണ്ടോ, നമ്മൾ ഹാൻഡിൽ സ്വാച്ച് ചെയ്യുമ്പോൾ നല്ലൊരു റെഡ് കളറാണ്. അതുപോലെ തന്നെ നല്ല റെഡ് കളറാണ്. പിങ്ക് അണ്ടർടോൺ ആണ് ഇതിൽ വരുന്നത്. ബ്രൈറ്റ് റെഡ് കളറാണ്. നമ്മളുടെ ഫേസിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ബ്രൈറ്റൺ അപ്പ് ആക്കി നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഫേസ് നല്ല ബ്രൈറ്റൺ ആക്കും. നമുക്ക് ഒരു ബെയർ സ്കിൻ കണ്ടോ, എൻ്റെ ബെയർ സ്കിന്നിലാണ് ഞാൻ ഈ സ്വാച്ചസ് എല്ലാം നടത്തിയിരിക്കുന്നത്. എൻ്റെ സ്കിന്ന് കണ്ടില്ലേ, ഒട്ടും തന്നെ മേക്കപ്പ് ഇട്ടിട്ടില്ല. എന്നാൽ പോലും നമ്മുടെ ലിപ്സ് ആ ഒരു കളർ കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ഭയങ്കര ബ്രൈറ്റൺ ആയി. അപ്പം ഒരു ബെയർ സ്കിന്നിനും പറ്റുന്ന ലിപ്സ്റ്റിക്കാണ്. നല്ലൊരു ഫോർമുലയാണ്. അതുപോലെ തന്നെ 3 ഇയേഴ്സ് ആണ് ഇതിൻ്റെ ഷെൽഫ് ലൈഫ് വരുന്നത്. ലിപ്സ്റ്റിക്കിൻ്റെ ടെക്സ്ചർ ആണെങ്കിൽ തന്നെയും എക്സ്ട്രീംലി ലൈറ്റ് വെയ്റ്റ് ആണ്. നോൺ ഡ്രൈയിങ് ഫോർമുലയാണ്, നോൺ ട്രാൻസ്ഫർ ആണ്, മാറ്റ് ഫോർമുലയാണ്. അടുത്ത ജുംകി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. 14 ആണ്. 1.2 ml തന്നെയാണ് ഇതും. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് ആണെങ്കിൽ പോലും നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഒരു ഡസ്റ്റി ഡീപ്പർ സ്കിൻ ടോണിന് പറ്റിയ, ഓൾ സ്കിൻ ടൈപ്സിന് പറ്റും. പക്ഷേ കൂടുതലും ചേരുന്ന ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീപ്പർ അല്ലെങ്കിൽ ഒരു മീഡിയം സ്കിൻ ടോണുകാർക്കാണ്. അതുപോലെ തന്നെ ഇത് ഒട്ടും തന്നെ പ്രിസർവേറ്റീവ്സ് ഇതിൽ അടങ്ങിയിട്ടില്ല ഈ ലിപ്സ്റ്റിക്കിൽ. അതുപോലെ തന്നെ കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാൻ. നമുക്ക് മാറ്റ് ലിപ്സ്റ്റിക്കാണ്, കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മുടെ സ്റ്റെയിൻ അവിടെ തന്നെ ഇരിക്കും. ഇപ്പോൾ എത്ര നമ്മൾ ഓയിലി ഫുഡ് കഴിച്ചാലും ചെറിയ തോതിൽ ആ സ്റ്റെയിൻ അവിടെ ഇരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു നമുക്കൊരു ഡിസ്കംഫർട്ട് പോലെ ഫീൽ ചെയ്യത്തുമില്ല. കാരണം ഇതിൽ വൈറ്റമിൻ ഇ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നോൺ ഡ്രൈയിങ് ഫോർമുലയാണ്. അടുത്തത് വരുന്ന കാശി എന്ന് പറഞ്ഞിട്ടുള്ള 19 ആണ് നമ്പർ വരുന്നത്. ഇതും നല്ലൊരു ഷെയ്ഡാണ്. ഇതൊരു മീഡിയം സ്കിൻ ടോണിനൊക്കെ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. ഡസ്കി ഡീപ്പർ സ്കിൻ ടോണിന് ചിലപ്പം വാഷ് ഔട്ട് ചെയ്യും. പക്ഷേ ഒരു ഫെയർ ടു മീഡിയം സ്കിൻ ടോണിന് പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഇത്. നല്ല ഒരു പീച്ചി കളറും കൂടെ ഇതിൽ വരുന്നുണ്ട്. ഞാൻ ഒറ്റ സ്വാച്ചേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ 2 സ്വാച്ചൊക്കെ ചെയ്താലാണ് ശരിക്കും അതിൻ്റെ ആ ഒരു കളർ നമ്മുടെ ലിപ്സിലിരിക്കുക. ഞാൻ ഫസ്റ്റ് ഒരു 1 സ്വാച്ചേ ചെയ്തിട്ടുള്ളൂ. 2 സ്വാച്ചൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബ്രൈറ്റൺ അപ്പ് ആയിട്ടിരിക്കും നമ്മുടെ ലിപ്സ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ പാരബൻ ഫ്രീ ആണ്, അതുപോലെ ക്രൂവൽറ്റി ഫ്രീയും ആണ്. പിന്നെ ഇതിൻ്റെ ചായ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ഷെയ്ഡാണ്. 18 ആണ് നമ്പർ വരുന്നത്. ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. നൈക്കയുടെ ഈ ചായ്, മദ്രാസ് കാപ്പി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പോപ്പുലർ ഷെയ്ഡാണ്. കാരണം ഡീപ്പർ ഡസ്കി സ്കിൻ ടോണിന്, ബ്രൗൺ സ്കിൻ ടോണിന് പറ്റിയ ഒരു ഷെയ്ഡാണ്. സൂപ്പർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ചായ് എന്ന് പറയുന്നത്. ഭയങ്കര എന്താ പറയുക, ഒരു ഡീപ്പ് ബ്രൗൺ കളറാണ്, കോഫി ബ്രൗൺ എന്നൊക്കെ പറയാം. പക്ഷേ ഫെയർ സ്കിന്നിന് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ബോസ് ലേഡി പോലെ തോന്നും. പക്ഷേ ഡീപ്പർ അല്ലെങ്കിൽ ഒരു മീഡിയം സ്കിൻ ടോണിന് സ്യൂട്ടബിൾ ആയിരിക്കും ഇത്. നല്ല സൂപ്പർ കംഫർട്ട് ഫോർമുലയും കൂടെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും. എൻ്റെ ലിപ്സിലിട്ടുള്ള സ്വാച്ചാണിത്. ഞാൻ ഫസ്റ്റ് ഒരു ഒറ്റ സ്വാച്ച് ചെയ്തുകൊണ്ടായിരിക്കും എനിക്ക് അത്രയും അങ്ങോട്ട് ലിപ്സിൽ ആ എൻ്റെ പിഗ്മെൻറ്റേഷൻ കവർ ചെയ്തിട്ടില്ല. പക്ഷേ 2ഉം 3ഉം സ്വാച്ച് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു പക്ക കളർ കിട്ടുന്നത്. കുറച്ചുകൂടെ സ്കിന്നൊന്ന് ബ്രൈറ്റൺ അപ്പ് ആവുന്ന പോലെയും തോന്നും. അടുത്ത മദ്രാസ് കാപ്പിയാണ്. ഇതും ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. പക്ഷേ എനിക്കിത് ഡീപ്പർ സ്കിൻ ടോണിന് വാഷ് ഔട്ട് ആകുന്ന പോലെയാണ് തോന്നുന്നത്. മീഡിയം സ്കിൻ ടോൺ ആണ്. ഇപ്പോൾ എൻ്റെ സ്കിൻ ടോണൊക്കെ ആണെങ്കിൽ ഇത് വാഷ് ഔട്ട് ആകത്തില്ല. അതേസമയത്ത് കുറച്ചും കൂടെ ഡീപ്പർ ആണെങ്കിൽ ചിലപ്പം വാഷ് ഔട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട്. മദ്രാസ് കാപ്പിക്ക് ഫെയർ ടു മീഡിയത്തിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. പിന്നെ ഈ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് സ്മിയർ പ്രൂഫ് ഒന്നുമല്ല, അതുപോലെ തന്നെ സ്മഡ്ജ് പ്രൂഫ് ഒന്നുമല്ല. ഇത് അതുപോലെ തന്നെ നമ്മൾ ഓയിലി ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഫെയ്ഡ് ആവും നന്നായിട്ട്, എന്നാലും ആ സ്റ്റെയിൻ അവിടെ നിൽക്കും. അപ്പോൾ ഇതാണ് മദ്രാസ് ബ്യൂട്ടിഫുൾ ബ്രൗൺ ന്യൂഡ് ഷെയ്ഡാണിത്. നമുക്ക് ഡസ്കി സ്കിൻ ടോണിന് പറ്റിയ ഒരു ഷെയ്ഡെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ലിപ്സിൽ ഭയങ്കര കംഫർട്ടാണ്. കാരണം വൈറ്റമിൻ ഇയും അത് ആൻറ്റി ഓക്സിഡൻറ്റും ഉള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 5 ഷെയ്ഡ്സ് കേട്ടോ. നൈക്കയ്ക്ക് ഒരുപാട് ഷെയ്ഡ്സ് വേറെയും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേറെ യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ വീഡിയോസിൽ കാണും വേറെ ഷെയ്ഡ്സ്. അപ്പോൾ അത് നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.